ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ല? സ്റ്റാർട്ട് ചെയ്യല്ലേ മണി സാറ്? ഒരുപാട് ആൾക്കാർ മാജിക് മണി വിഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വിഷയം മെന്റലിസം എന്നാണ്. കേട്ടിട്ടുണ്ടോ ഈ വിഷയം? മെന്റലിസം എന്ന് ആരെയും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉണ്ട്. കണ്ടിട്ടുണ്ടോ? എവിടുന്നേം കണ്ടിട്ടുണ്ടോ? സിനിമയിൽ കണ്ടിട്ടുള്ളൂ, നേരത്തെ കണ്ടിട്ടില്ല. ഒരു മെന്റലിസ്റ്റിന് ഇതുവരെ കണ്ടിട്ടില്ല ജീവിതത്തില്. നേരിട്ട് അയ്യല്ല, മണി സാർ കണ്ടില്ല? ഇല്ല. അപ്പൊ പിന്നെ പഠിക്കാൻ പോയിക്കണം ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം കേട്ടിട്ടുണ്ട്. ഓക്കെ, കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണാത്തത് കൊണ്ട് തന്നെ പഠിക്കാനുള്ള ആവേശം ഉണ്ടാവില്ല, കാരണം പഠിക്കണമെങ്കിൽ നേരിട്ട് ഒരാളെ കാണണല്ലോ. ഇല്ലേ? പഠിക്കണമെങ്കിൽ ഒരാളെ കാണണ്ടേ? അപ്പൊ എന്തായാലും പഠിക്കാൻ പോയിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം. മെന്റലിസം എന്ന് പറഞ്ഞാല് ഇന്ന് ഒരുപാട് ആളുകളിൽ നല്ല മാറ്റങ്ങൾ, അതായത് ഒരുപാട് ആളുകൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല വേദികളിലും ഇത് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ തുറന്നാൽ മെന്റലിസത്തിന്റെ ഒരു പ്രകടനം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുള്ള് ഇതാണ്. പക്ഷേ നമ്മൾ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലും മറ്റും നമ്മൾ കാണുന്ന മെന്റലിസം, അത് മെന്റലിസം അല്ല, ഹിപ്നോട്ടിസം ആണ്. മെന്റലിസത്തിന്റെ പേരിൽ ഹിപ്നോട്ടിസം ചെയ്യണം മാത്രം. അതായത് ഒരു ക്രഷിനെ കാണിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ മരിച്ചുപോയ ഒരാളെ കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹിപ്നോട്ടിസം ഉപയോഗിച്ച് ചെയ്യാണ്. പേര് മെന്റലിസത്തിനാണെന്ന് മാത്രം. ഇന്ന് സൈക്കോളജി പഠിക്കാൻ പോകുന്ന ഒരു വിഭാഗം ആളുകൾ, എല്ലാവരും അല്ല, ഒരു വിഭാഗം ആളുകൾ, അവർ സൈക്കോളജി പഠിക്കുന്നത് തന്നെ മെന്റലിസം പഠിക്കാനാണ്. എന്നാൽ സൈക്കോളജിയും മെന്റലിസവുമായി ഒരു ബന്ധവുമില്ല. അവർ പരസ്പരം അറിയുക പോലും ഇല്ല. മെന്റലിസത്തിന് മനഃശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ല. നമ്മൾ കാണുമ്പോൾ മണിസാറെ മനസ്സ് വായിക്കുകയാണ് ഞാൻ. മണിസാറുടെ മനസ്സിൽ വിചാരിച്ച സംഗതി ഞാൻ പറയാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കും, ഓ ഇതെന്തായാലും മനസ്സ് വായിക്കാൻ കഴിയുന്ന ഒരാളാണ്, എൻ്റെ മനസ്സിന്റെ ഉള്ളിലുള്ളതൊക്കെ ഇയാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ലോകത്തിലില്ല, മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ഒരു സംഭവം. അപ്പോ മെന്റലിസം എന്നാൽ ഒരു ട്രിക്കാണ്. ചില ഉപകരണങ്ങൾ വെച്ചിട്ട്, അതല്ലെങ്കിൽ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മെന്റലിസത്തിൽ 3 രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് മെന്റലിസം ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു നിബന്ധന, അതായത് ഒന്നാമത്തെ പ്രീ ഷോ എന്നാണ്. പ്രീ ഷോക്ക് മുമ്പ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ ഒരു ഷോ ഇവിടെ പ്രകടിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ഞാനൊരു വേദിയിലേക്ക് വരികയാണ്, ഞാൻ മണിസാറിനെ കണ്ടു. അപ്പൊ എന്താ ജോലി? ബാങ്കിലാണ്. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. ഇളയ കുട്ടിന്റെ പേരെന്താ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. ഈ ചോദ്യങ്ങളും ഈ കാഴ്ചകളും നിങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് ഏതാണെന്നും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? നോക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ മണിസാർ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. പിന്നെ സ്റ്റേജിൽ വെച്ച് ലാസ്റ്റ് പ്രകടനം ഇങ്ങനെ കാഴ്ചവെക്കുന്ന അടിയിൽ മണിസാർ ഒരൊറ്റ വിളിയേക്കാരം സ്റ്റേജിലേക്ക്, ആ ആളൊന്നുണ്ട് വരി, നമുക്കൊന്ന് ഒരു ചെറിയൊരു
പ്രകടനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും. വിളിച്ചു വരുത്തിയിട്ട് പറയും മണിസാറിന്റെ ഏറ്റവും ഇളയ മകന്റെ പേര് മനസ്സിൽ വിചാരിക്കാൻ പറയും. അത് സുഖസുന്ദരായിട്ട് ഞാൻ പറയും ചെയ്യും. കാരണം എന്താ, വന്നപ്പോ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനാണ് പ്രീ ഷോ എന്ന് പറഞ്ഞത്. അതായത് ഷോക്ക് മുമ്പേനെ നമ്മൾ ഒരുങ്ങുക എന്നാണ് അതിന് പറയാം. പ്രീ ഷോ, ഷോക്ക് മുമ്പ് എന്തെല്ലാം നമുക്ക് വേണം എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. എന്തൊക്കെയാണ് അവിടെ പ്രകടനം ചെയ്യേണ്ടത്, ആരോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം, എന്തെല്ലാം കാര്യം ഓർമ്മയിൽ വെക്കണം എന്നൊക്കെ. നല്ല മെമ്മറി പവർ വേണം കേട്ടോ. കാരണം ചോദിച്ചതും പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയിൽ വേണം, അല്ലെങ്കിൽ പേച്ചു പോകും. മറ്റൊരു ടെക്നിക്കാണ് പീക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം. പീക്കിംഗ് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? എന്താണ് പീക്കിംഗ്? ചാറ്റ് ചെയ്ത് പീക്കിംഗ് അറിയാത്തവർ വളരെ കുറവായിരിക്കും. ആർക്കെങ്കിലും അറിയോ പീക്കിംഗ്? ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കട്ടെ. അറിയുന്നല്ലോ ആരെങ്കിലും എന്താ നോക്കട്ടെ, നോക്കാനാണ്. ഇല്ല. പീക്കിംഗ് പറഞ്ഞ ഒളിഞ്ഞു നോട്ടം. ഒളിഞ്ഞു നോക്കുന്നതിനാണ്. അതായത് നമ്മളിപ്പോ ഒരു സംഭവം, ഒരു കാർഡൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ കാർഡ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. പക്ഷെ അത് ഞാൻ ഒളിഞ്ഞു നോക്കുന്നുണ്ടാവും, ഏത് കാർഡാണ് ഈ വെച്ചിട്ടുള്ളത്. ആ ഒളിഞ്ഞു നോക്കുന്നതിനാണ് പീക്കിംഗ് വരുന്നത്. മറ്റൊരു സംഭവമാണ് ഫോയ്സിങ്. ഒരു സംഭവത്തിലേക്ക് നമ്മൾ അയാളെ ഫോയ്സ് ചെയ്യാം. ഇപ്പോ നമുക്കറിയാം, ഒരു മലയാള സിനിമാ നടന്റെ പേര്, അയാളെ പേര് എഫിൽ നിന്ന് തുടങ്ങുന്ന ഒരു പേര് മണിസാറ് മനസ്സിൽ ചേർക്കാൻ കഴിയും. എഫിൽ നിന്ന് തുടങ്ങുന്ന മലയാള സിനിമാ നടൻ വിചാരിച്ചില്ല? സുഖസുന്ദരായിട്ട് വിചാരിക്കാം. അയാളൊരു നല്ല നടന്റെ മകനാണോ? അല്ല, സംവിധായകന്റെ മകനാണ്. ആ, ഓക്കെ. ആളെ മനസ്സിലായോ? മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും മനസ്സിലായോ മണിസാർ എന്താ വിചാരിച്ചതെന്ന്? ആരെ പേരാണ് എഫിൽ നിന്ന് തുടങ്ങുന്ന ഒരു മലയാള സിനിമാ നടൻ? ആരായിരിക്കും? ഫാസിൽ. എല്ലാരും ഇപ്പൊ മണിസാറെ മനസ്സ് വായിച്ചു. എല്ലാരും ഇപ്പൊ മണിസാറെ മനസ്സ് വായിച്ചില്ലേ? ഇതാണ് ഇതിന്റെ ടെക്നിക്ക്. ഒരു സംഭവത്തിലേക്ക് ഫോഴ്സ് ചെയ്യുക. മലയാള സിനിമാ നടന്മാരിൽ എഫിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു പേരേ ഉള്ളൂ, വേറെ പേരില്ല. നമുക്ക് കിട്ടുന്ന ഇല്ല, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ആ പേരല്ലേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് ഫോഴ്സ് ചെയ്യിക്കുക. മണിസാർ അതിലേക്ക് ഫോഴ്സ് ചെയ്യിക്കുന്ന രീതിയാണ് ഒരു ടെക്നിക്ക്. അങ്ങനെ പല ടെക്നിക്കുകളും ഉണ്ട് കേട്ടോ. നമുക്ക് പല വസ്തുക്കൾ വെച്ചിട്ട് അതിലേക്ക് ഫോഴ്സ് ചെയ്യിക്കാം. അതല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട് അതിലേക്ക് ഫോഴ്സ് ചെയ്യിക്കാം. അങ്ങനെയൊക്കെ ഫോഴ്സ് ചെയ്യിക്കാം, വിവിധ തരം. ഈ ഒരു 3 സംഭവമാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഈ ഒരു 3 സംഭവമാണ് എന്തിലെടുക്കണ്ടേ? മെന്റലിസം എന്ന ഈ കലയിൽ നടക്കുന്നത്. ഒന്ന് പ്രീ ഷോ ആയിട്ട് നടക്കുന്നുണ്ട്. അതായത് ഷോക്ക് മുമ്പ് നമ്മൾ എന്തെല്ലാം വേണമെന്ന് ഒരുങ്ങി അതിനുള്ള വസ്തുക്കൾ കളക്ട് ചെയ്യുന്നതിനാണ് പ്രീ ഷോ എന്ന് പറയുന്നത്. മറ്റൊന്ന് പീക്കിംഗ്, ഒളിഞ്ഞു നോക്കുക. ഇപ്പൊ ഒരു ഉപകരണങ്ങൾ വെച്ചിട്ടാണ് പല ടെക്നിക്കുകളും ഇട്ടാ. 90% ഉപകരണങ്ങൾ വെച്ചിട്ടാണ്. ഒരു ലെറ്റർ പേഡ് ഉണ്ട്. ആ ലെറ്റർ പേഡിൽ മണിസാർ അവിടെ എഴുതിയാൽ എൻ്റെ മൊബൈലിൽ തെളിഞ്ഞു കാണുന്നത് എന്താണ് അവിടെ എഴുതിയത്. മണിസാറിന് ഞാൻ ലെറ്റർ പേഡ് കൊടുക്കും. ആ ലെറ്റർ പേഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേര് എഴുതാൻ പറയും. അതവിടെ എഴുതുന്ന സമയം എൻ്റെ മൊബൈലിൽ തെളിഞ്ഞിട്ടുണ്ടാവും ഇന്ന പേരാണ് അവിടെ എഴുതിയത്. പിന്നെ എനിക്ക് സുഖസുന്ദരായിട്ട് പറഞ്ഞൂടെ? കാരണം എനിക്കിവിടെ കാണുന്നുണ്ട്. അതാണ് ഒളിഞ്ഞു നോട്ടത്തിന്റെ മറ്റൊരു ഉപകരണം വെച്ചിട്ട് ഒളിഞ്ഞു നോക്കാം, അല്ലാതെയും ഒളിഞ്ഞു നോക്കാം. അങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്, ഫോഴ്സ് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്കാണ് എന്ത് ചെയ്യുന്നത്? മെന്റലിസം എന്ന കലയിൽ നടക്കുന്നത്. നമ്മളിങ്ങനെ കാണുമ്പോൾ എന്തൊക്കെ സംഭവിക്കണ്ടില്ല. ഞാനൊരു ചെറിയ വീഡിയോ അയച്ചിരുന്നു, അത് കണ്ടോ? അത് കണ്ടവരൊക്കെ ഒന്ന് എസ് ചാറ്റ് ചെയ്ത് നോക്കട്ടെ, ആരൊക്കെ കണ്ടു? ആരാണ് ഇന്നലെ ഗ്രൂപ്പിൽ കണ്ടത്? ഓക്കെ, Yes, sir. ഷീലാമാൻ കണ്ടിട്ടുണ്ട്, മണിസാർ കണ്ടിട്ടുണ്ട്, ഷീജ കണ്ടിട്ടുണ്ട്,
ദീപ കണ്ടിട്ടുണ്ട്, കൃഷ്ണമൂർത്തി സാർ കണ്ടിട്ടുണ്ട്, അയ്യോ ധ്യാനം, നൗഫല് എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ല. ഓക്കെ, താങ്ക് യു. നല്ലതാണ്. കാരണം അങ്ങനത്തെ വീഡിയോ കാണുമ്പോഴാണ് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകുക. കണ്ട് മനസ്സിലാക്കേണ്ട ഒരു രീതിയാണ്. അതിൽ ഒന്നാമത്തെ ടെക്നിക്ക്, ഒരു പേപ്പർ 2 കഷ്ണങ്ങളാക്കുന്ന രംഗം കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പേപ്പർ അവന്റെ കയ്യിൽ കൊടുക്കുന്നു, അത് 2ആയി കീറാൻ പറയുന്നു, സുഖസുന്ദരമായി അവൻ കീറുന്നു. രണ്ടാമത് അവനോട് പറയാണ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, എന്ത്, എനിക്ക് ഈ പേപ്പർ കീറാൻ സാധ്യമല്ല, എനിക്ക് ഈ പേപ്പർ കീറാൻ സാധ്യമല്ല എന്ന് മനസ്സിലേക്ക് വിചാരിക്കുക. അതിനുശേഷം ആ പേപ്പർ കീറുമ്പോൾ ഒരിക്കലും അത് കീറാൻ കഴിയൂല. അതല്ല നിങ്ങൾ കണ്ട് അല്ല? ആർക്കെങ്കിലും മനസ്സിലായോ എന്താ സംഭവം? എന്തുണ്ടായി? എന്താ പാഠം ഉണ്ടായത്? മനസ്സിന്റെ ശക്തിയോ? കേൾക്കണില്ല മണി സാറേ? കടലാസ് ചെറുതായി പിന്നെ കയറാൻ പറ്റില്ല. അല്ല, ചെറുതാണെങ്കിലും കീറാൻ പറ്റും, പക്ഷെ അതല്ല സംഭവിച്ചത്. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ഒരു വീഡിയോ കണ്ട ഒരാള് എന്തുകൊണ്ട് അത് 2ആയി കീറിയവന് പിന്നീട് അത് കീറാൻ സാധിച്ചില്ല? മനഃശക്തി ഉപയോഗിച്ചിട്ടാണോ, അതോ ആ സജഷന്റെ പവറാണോ? എന്താണ് സംഭവിച്ചത്? ശീലമ്മ പറഞ്ഞോളി. സജഷന്റെ പവർ അല്ലേ? സജഷന്റെ പവറാണെന്നാ ശീലമ്മ പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും? മനസ്സിന്റെ പവർ ആയിരിക്കണം. മനസ്സിന്റെ പവർ വേറെ? അത് മുൻകൂട്ടി അവര് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അല്ല, കഴിയില്ല ഞാൻ എന്നുള്ള പറഞ്ഞു ചിന്തയാണോ? നിങ്ങളോട്, മനഃശാസ്ത്രവുമായി ഒരു ബന്ധവും ഈ സംഭവത്തിനില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതാരെങ്കിലും നാളെ പ്രകടിപ്പിക്കുമ്പോൾ എനിക്കിതൊക്കെ അറിയാം, നീ ഇവിടെ കിടന്ന് വിലസണ്ട എന്ന് ആരോടും പറയരുത്. ആരെങ്കിലും കഞ്ഞി കുടിച്ചു പോയിക്കോട്ടെ, നമ്മളെ ജോലി അതല്ല. നമ്മൾ കാണുക, ആസ്വദിക്കുക, തിരിച്ചു പോരുക അല്ലേ? ആരിത് സംഭവം നടന്നാലും നമ്മൾ കാണുന്നു, ആസ്വദിക്കുന്നു, തിരിച്ചു പോരുന്നു. അതല്ല ഇത് എനിക്കറിയാം, നീ ഭയങ്കര മാജിക്കാരനൊന്നും ആകണ്ട എന്ന് പറഞ്ഞിട്ട് അവനോട് ചൂടാക്കാൻ പോകണ്ട. അവന്റെ കഞ്ഞി അവൻ കുടിച്ചോട്ടെ, നമ്മളായിട്ട് അത് മുടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളെ ജോലി അതല്ലല്ലോ, നമുക്ക് വേറെ ജോലി ഇല്ല ഇവിടെ. സംഭവം എന്താ അറിയില്ല, അത് ആ പേപ്പറിന്റെ പ്രത്യേകതയാണ്. ആ പേപ്പറിന് ഏകദേശം 200 രൂപയോളം വില ഉണ്ട്. അവൻ കീറുന്ന ആ പേപ്പറിന് 200ന്റെ മുകളിൽ ചാർജ് ഈടാക്കുന്നുണ്ട് ആ സാധനത്തിന്. അത് നമ്മുടെ ഈ പാക്കറ്റ് ഇല്ലേ, അതായത് ഹോർലിക്സിന്റെ, ബൂസ്റ്റിന്റെ ഒക്കെ പാക്കറ്റ് വരുന്നില്ലേ, അതേമാതിരിക്കൊരു സാധനമാണ്. അതിൽ കത്തിരിക്കട്ട് പറഞ്ഞ ചെറിയൊരു കട്ടുണ്ടാവും. ആ കട്ടുള്ള ഭാഗമാണ് അവന് കൈ കൊടുക്കുന്നത്. അപ്പൊ ആ കട്ടുള്ള ഭാഗത്ത് കീറുമ്പോൾ സുഖസുന്ദരമായി കീറാൻ കഴിയും. പക്ഷെ പിന്നീട് അത് കീറാൻ കഴിയൂല, കാരണം അതൊരു പ്ലാസ്റ്റിക്കിന്റെ പേപ്പറാണ്. അതൊരു പ്ലാസ്റ്റിക് ഉള്ള പേപ്പറാണ്, അതുകൊണ്ട് തന്നെ അത് കീറാൻ കഴിയൂല. അതിൽ കത്തിരിക്കട്ട് ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ കത്തിരിക്കട്ട്? ചില പാക്കുമേലൊക്കെ ആ കട്ടിന്റെ ഭാഗം മാത്രമാണ് ആ പാക്കറ്റ് കീറാൻ കഴിയുള്ളൂ. അതല്ലേ നമുക്ക് കൈകൊണ്ട് കീറാൻ കഴിയില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ഉപകരണം വെച്ച് കീറേണ്ടി വരും അല്ലേ? ഈ സിസ്റ്റമാണ് ആ പേപ്പറിനുള്ളത്. അപ്പൊ ആ പേപ്പർ കൊടുത്താൽ ആർക്കും കീറാൻ കഴിയൂല. അതിന് മനസ്സിൽ വിചാരിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ കൊടുക്കാൻ കഴിയും. അപ്പൊ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന നമ്മളെ ചിന്ത എടുക്കാൻ പോകുന്നത്, ഇയാളെ മനഃശക്തി ഉപയോഗിച്ചാണ് ഇത് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ സജഷന്റെ പവർ കൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ മനഃശാസ്ത്രം നമ്മളായിട്ട് അവിടെ ആഡ് ചെയ്യണം. അവിടെ ഒരു മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നില്ല. മെന്റലിസം മനഃശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ ചില മനഃശാസ്ത്ര ടെക്നിക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇത് മനഃശാസ്ത്രമാണ് എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇനി ആരെങ്കിലും സൈക്കോളജി പഠിക്കാൻ പോവുകയാണെങ്കിൽ മെന്റലിസം പഠിക്കാൻ എന്ന ഉദ്ദേശത്തിൽ ആരും സൈക്കോളജി പഠിക്കണ്ട. ഓക്കെ, രണ്ടാമത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത്, ആദ്യം അയാൾ ടച്ച് ചെയ്യുന്നു,
അപ്പൊ വലത് കൈ പൊക്കാൻ പറയുന്നു അല്ലേ? വലത് ഭാഗം ടച്ച് ചെയ്യുമ്പോൾ വലത് കൈ പൊക്കും, ഇടത് കൈ ടച്ച് ചെയ്യുമ്പോൾ ഇടത് ഭാഗം പൊക്കും. ഇതല്ലേ കണ്ടത്? സാർ അതല്ലേ? ഓർമ്മ ഉണ്ടോ? ആ, ആ, അവസാനം അയാൾ ടച്ച് വലത് കൈ touch ചെയ്യാതെ ചെയ്യുമ്പോ കൈ വലത് കൈ പൊക്കുന്നുണ്ട്. അതെ. ടച്ച് ചെയ്യാതെ കൈ പൊക്കുന്നുണ്ട്. ഓ, ആദ്യം ഒന്ന് ടച്ച് ചെയ്യും, അപ്പൊ ഈ കൈ പൊക്കും. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഈ കൈയും പൊക്കും. പിന്നെ ടച്ച് ചെയ്യണില്ല, കൈ ഇങ്ങനെ മുകളിൽ വെച്ചപ്പോഴേക്കും അവൻ കൈ പൊക്കി കഴിഞ്ഞു. അതെങ്ങനെ ടച്ച് ചെയ്യാതെ അവന് ടച്ച് ചെയ്തു എന്ന് ഫീൽ ചെയ്തത്? അത് ഭയങ്കര കഴിവല്ലേ ഇല്ലേ? നമ്മളൊരാളെ ശരീരത്തിൽ ടച്ച് ചെയ്യാതെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ അയാൾക്ക് ടച്ച് ചെയ്തു എന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു അത്യപൂർവമായ ശക്തി അതിലുണ്ടായിരിക്കണം. എന്തായിരിക്കും അവിടെ ഉപയോഗിച്ചത് നിങ്ങൾക്കറിയാം. ഈ 3 ടെക്നിക്ക് നിങ്ങൾ മനസ്സിലുണ്ടായിക്കോട്ടെ. ഒന്നുകിൽ വോയിസിങ്, അതല്ലെങ്കിൽ ഉപകരണം വെച്ചിട്ടുള്ള പരിപാടി. എന്തായിരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് 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 നോക്കി. ആ അത് മൂർത്തി സാർ പറഞ്ഞോളൂ. മിക്കവാറും കണ്ടിന്യൂവേഷൻ ആയിരിക്കണം. എങ്ങനെ? കണ്ടിന്യൂ ആയിട്ട് റൈറ്റ് ലെഫ്റ്റ് എന്നും പറഞ്ഞും കൊണ്ട് ഇങ്ങനെ പൊക്കുമായിരുന്നല്ലോ. അതെ അതെ, പക്ഷെ അതാ അവൻ ടച്ച് ചെയ്യണില്ല. ടച്ച് ചെയ്യാതെ തന്നെ ആള് പൊക്കണുണ്ട്. ടച്ച് അതെ, ചെയ്യാതെ തന്നെ പൊക്കണുണ്ട്. അത് ടച്ച് ചെയ്തതായിട്ട് അവന്റെ മനസ്സിൽ ഫീൽ ചെയ്തിട്ടായിരിക്കാം. ആ, ഓക്കെ. എന്നാൽ അതൊന്നും അല്ല, അതും ഒരു ഉപകരണമാണ്. ഇൻവിസിബിൾ ത്രെഡ് എന്നാണ് ആ സാധനത്തിന് പേര്. ഇൻവിസിബിൾ ത്രെഡ്. ഏകദേശം 1200 രൂപ. പിന്നെ അതിന്റെ മുകളിലേക്ക് അങ്ങോട്ടൊക്കെ വില ഉള്ള ഒരു സാധനമാണ്. ഒരു ചെറിയ നൂല് പോലുള്ള ഒരു വസ്തു അവന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ നൂല് കാണാൻ കഴിയൂല. അതാണ് ഇൻവിസിബിൾ ത്രെഡ് പറഞ്ഞത്. അതിന് ആ കാണാൻ കഴിയാത്ത അത്രയും ചെറിയൊരു നൂലാണ്, എന്നാൽ അത്യാവശ്യം ഉറപ്പുള്ളതുമാണ്. അതാണ് അത്ര വില. അത്യാവശ്യം ഉറപ്പുണ്ട് ആ നൂലിന്, എന്നാൽ കാണാൻ കഴിയൂല. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ആ നൂല് കയ്യിൽ ഇങ്ങനെ വെച്ചാൽ ആ നൂല് ഇവന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ആ നൂല് അവന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെ വിചാരം കൈകൊണ്ട് ടച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കൈ വെക്കുന്നുണ്ട്. കണ്ണ് ചിമ്മി ഇരിക്കല്ലേ, കാണുന്നില്ലല്ലോ. ഇവൻ കാണുന്നില്ല. അവൻ കാണാതെയാണ് ഈ പരിപാടി. അവനോട് കണ്ണ് ചിമ്പിയിട്ട് മനസ്സ് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് എന്താണ്, ടച്ച് ചെയ്യുമ്പോൾ ഈ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആ കയ്യിൽ നിന്ന് വരുന്ന ഈ നൂലാണ് അവന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യേണ്ടത്. ഈ നൂലിനുള്ള പ്രത്യേകത, അത് പെട്ടെന്ന് കാണാൻ കഴിയില്ല, എന്നാൽ അത്യാവശ്യം ഉറപ്പുണ്ട്. ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ എടുത്ത് പൊക്കാൻ മാത്രം ഉറപ്പുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അത് ടച്ച് ചെയ്യുമ്പോൾ ടച്ച് ചെയ്തു എന്ന് നമുക്ക് അറിയുകയും ചെയ്യും. ശരീരത്തിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്തോ ടച്ച് ചെയ്തേക്കണു നമുക്ക് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുന്ന സമയത്താണ് അയാൾ കൈ വെക്കുന്നത്. മനസ്സിലായ? ഐഡിയ മനസ്സിലായ? ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. കോഴിക്കോടൊക്കെ ഉണ്ട്. ഇനി വേറെ നിങ്ങളെ നാട്ടിലൂടെയൊക്കെ കോഴിക്കോട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇത് മാജിക് ഉപകരണങ്ങളാണ്. നല്ല വിലയുണ്ട്. ഓൺലൈനിലും വാങ്ങാൻ കിട്ടും, ഓഫ്ലൈനിലും വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ആർക്കെയും വേണമെങ്കിൽ ഞാൻ ഓർഡറൊക്കെ കരുതി, പക്ഷെ നല്ല പേഴ്സ് അങ്ങനെ 5000 10,000 ഒക്കെ കരുതി വെച്ചാൽ മതി. അപ്പോൾ ഒരു മെന്റലിസം പ്രോഗ്രാം അവതരിപ്പിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നല്ലൊരു സംഖ്യ ഇയാളെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും. ഒന്നാമത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു പേപ്പർ കീറി, പിന്നെ ആ പേപ്പർ ഒന്നിനും പറ്റില്ല. പിന്നെ ആ പേപ്പർ ഒന്നിനും കൊള്ളില്ല. ആ പേപ്പറിന് എന്താ വില? 200 രൂപ 250 രൂപ വില ഉണ്ട്. ഈ ത്രെഡ് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല ശ്രദ്ധിച്ച് കൊണ്ടെടുക്കുകയാണെങ്കിൽ രണ്ടാമതും കിട്ടും, ഇല്ലെങ്കിൽ അത് പോയി കിട്ടും. കാരണം അത് കാണാൻ കഴിയൂല, നമുക്കും കാണാൻ കഴിയില്ല. നമ്മളൊരു ഒരു ഒരു ഇതിന് ലെക്കിന് ഇങ്ങനെ പിടിച്ചിരിക്കേക്കാരം. അത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ നൂല് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ എന്താവും? ആ 1200 പോയി കിട്ടും. അപ്പൊ ഇത്തരം കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇയാളെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ചെലവാക്കിയിട്ടും വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടും നല്ല ഒരു അഭ്യാസം അവിടെ അയാൾ പരിശീലിച്ചതിന് ശേഷം മാത്രമാണ് സ്റ്റേജിലേക്ക് വരുന്നത്.
നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ അയാളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദനം കൊടുക്കുക, പ്രോത്സാഹനം കൊടുക്കുക എന്നല്ലാതെ ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അയാളെ കഞ്ഞി മുട്ടിക്കാൻ പോകരുത്. കാരണം അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഈ കലകളൊക്കെ അവതരിപ്പിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ കടപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓരോ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഇതൊക്കെ സിമ്പിളാണ് എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് കളികൾ അവൻ കളിച്ചിട്ടുണ്ടാവും. നമ്മൾ ആരും അറിയാത്ത പ്രീ ഷോകൾ ഒരുപാട് അവിടെ നടന്നിട്ടുണ്ടാകും. വോയിസിങ് നടന്നിട്ടുണ്ടാവും, സ്പീക്കിംഗ് നടന്നിട്ടുണ്ടാവും, ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. അത്രയും എഫക്റ്റ് എടുത്തിട്ട് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം പ്രകടനവുമായി വരുന്നത്. അപ്പോൾ ഏകദേശം മെന്റലിസം എന്നാൽ എന്താണ് എന്ന് നിങ്ങൾക്കൊരു രൂപരേഖ കിട്ടിയിട്ടുണ്ടാവും. ആ വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ഫുള്ള് വീഡിയോ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും അയച്ചു തരേണ്ട ആവശ്യക്കാർക്ക്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യരുത്. കാരണം അതൊക്കെ യൂട്യൂബിലുള്ളതാണ്. നമ്മളിപ്പോൾ ഇതിലത് പ്രദർശിപ്പിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാലോ യൂട്യൂബിൻ്റെ നിയമങ്ങളും നിയമവശങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഒരാളെ മോശമാക്കി കാണിക്കണില്ല. അതിലിപ്പോൾ കുറേ വ്യക്തികളുണ്ട്, അവർ കേരളത്തിൽ പ്രശസ്തരായ ആളുകളാണ് അല്ലേ, പ്രശസ്തരായ ആളുകളാണ്. അവരെ നമ്മൾ മോശമാക്കി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെ ജോലി അതല്ല. അപ്പൊ ഈ ഏകദേശം ഒരു രൂപരേഖ, അത് ഇങ്ങനെയാണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായ. ഇനി കൂടുതൽ പഠിക്കാണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പഠിപ്പിക്കുന്ന ആൾക്കാരെ അടുത്ത് നല്ല പൈസ കൊടുത്തിട്ട് പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കാൻ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, പക്ഷെ പ്രദർശിപ്പിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടി വരും. ഒരു സ്റ്റേജ് മേൽ അവതരിപ്പിക്കണമെങ്കിലേ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും ബേക്കില്. പഠിക്കാൻ ചെറിയ പൈസ ഉള്ളൂ, പക്ഷെ പഠിച്ചിട്ട് കാര്യമുണ്ടല്ലോ, ചെയ്യണമെങ്കിൽ നല്ല പൈസ മുടക്കണം. ഓക്കെ. അപ്പൊ അതിന് സമയം, പണം ഒക്കെ ചെലവാക്കാൻ തയ്യാറുള്ളവരും എന്ത് ചെയ്യുക, നേരിട്ട് പോയി പഠിക്കാം. ഇല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാം. താങ്ക് യു വെരി മച്ച്. മെന്റലിസത്തിന്റെ ഇന്നത്തെ കോഴ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. Okay, പറഞ്ഞോളൂ, Razak. 21 ആൾക്കാരുണ്ട്. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. Okay, thank you, Razak sir. Thank you so much. താങ്ക് യു. Then ആരാണ് ഫീഡ്ബാക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഷീല മാം. ഓക്കെ, റസാഖ് സാർ, മെന്റലിസം എന്താണെന്നുള്ളത് ഇപ്പം പിടികിട്ടി. ഏകദേശം എന്താണ് അതിന്റെ കാര്യങ്ങളെന്നുള്ളതല്ലേ. നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. ഒരു ഭയങ്കര ഒരു കഴിവുണ്ട്, കഴിവില്ലെന്നുള്ളതല്ല. ചിലര് പറയും എന്നതാണ് കൺകെട്ട് വിദ്യ എന്നൊക്കെ കേൾക്കാം ചിലപ്പം പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ പുറകിലുള്ള യഥാർത്ഥ സംഭവം എന്നുള്ളത് മനസ്സിലായി. തീർച്ചയായിട്ടും നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റിയ ഒരു കല തന്നെയാണ്. അപ്പം കുറച്ച് സൈക്കോളജി ഒക്കെ അതിനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും മനസ്സിലായി. നല്ലൊരു ക്ലാസ്. കാരണം അറിവില്ലാത്ത ഒരു സംഗതിയെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഷീല. വിഷയം വേറെ ആരാണ്? പറഞ്ഞോ. നിങ്ങൾക്ക് ഇതിൽ അറിയണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാരും ഒന്ന് പറയണം കേട്ടോ. എല്ലാരും എന്തെങ്കിലും ഒന്ന് പറയണം. കാരണം നമ്മളിപ്പോ പഴയ ബിമാജിക് അല്ല. അതെ. 2-3 ദിവസമായി നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പിലേക്ക് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫീഡ്ബാക്ക് പറയണം. നമ്മളെ ഗ്രൂപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഇങ്ങനെ ഒന്നും പോയാ പോരാ ഇല്ല, ഒന്നുകൂടി ഉഷാറാണ്ടേ മണി സാറേ? അപ്പൊ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ക്ലാസ് മോശമാണെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ പറഞ്ഞോളൂ. ക്ലാസ് മോശമൊന്നുമില്ല, ക്ലാസ് നല്ല ക്ലാസ് തന്നെയാണ്. പറഞ്ഞോളൂ. പറഞ്ഞാല് ഈ മെന്റലിസത്തിനെ പറ്റിയത് ഇപ്പോഴാണ് ശരിയായ ഒരു ദിശയിലേക്ക് വന്നത്. അത് ട്രിക്കാണ്, ഒരു കലയാണ്. അതിന് വേണ്ട ആൾക്കാർക്കുള്ള ട്രെയിനിങ്, അത് കുറച്ച് കാലത്തെ നല്ല പ്രാക്ടീസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കല തന്നെയാണെന്നുള്ളതാണ് മനസ്സിലായത്. അപ്പൊ ഇത്തരം ട്രിക്കുകൾ അവര് ആൾക്കാരിലേക്ക് പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ കാണികൾക്ക് ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കലയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രസം പോയി എന്നുള്ളതാണ്. ഇപ്പം പക്ഷെ സംഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ പല വലിയ സ്റ്റേജിൽ പലതും നമ്മൾ സാധാരണ TV-യിലാണ് മെന്റലിസത്തിന്റെ വലിയ ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇതിലെല്ലാം
വലിയ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ആനേനെ അപ്രത്യക്ഷമാക്കുന്നതും പല കാര്യങ്ങൾ വരെ ഉണ്ട്. ട്രെയിൻ സ്റ്റേജിലേക്ക് വരിക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുള്ളത് എന്താ വെച്ചാൽ, ഒരു ഇല്ലാത്ത ഒരാളെ ഞങ്ങൾ ശബരിമലക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് തലയിൽ ഒരു സാധനം വെച്ച് തരാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ സ്വാമിയെ എന്ന് പറഞ്ഞിട്ട് പോണ ഒരു ഇതൊക്കെ ഉണ്ട്. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആൾക്കാരെ ഇടയിൽ അത് ഇതൊരു നല്ലൊരു കലയായിട്ട് അവതരിപ്പിച്ച് അവർക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അവരെ ഉദ്യമം. പക്ഷെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ട്രിക്ക് നമ്മൾ പലപ്പോഴും പല മാജിക്കും കാണുമ്പോൾ അതിന്റെ ഉള്ളിലുള്ളത് എന്താന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകലുണ്ട്. അതിപ്പോ ആ ആഗ്രഹം ഒന്നും ഇപ്പൊ സാറിന്റെ ഇതുകൊണ്ട് നമ്മളത് സാധിച്ചു എന്നുള്ളതാണ്. ആ കലേന്റെ ഒളിഞ്ഞിരിപ്പ് മനസ്സിലായി. സാർ പറഞ്ഞ മാതിരി ആദ്യം ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകണം എന്നുള്ളത്. ആ തയ്യാറെടുപ്പ് എന്നും പലരോടും സംസാരിച്ചിട്ടും അത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. അത് പല സ്ഥലത്തും ഈ ദൈവികമായിട്ടുള്ള ചില സ്ഥലത്ത് ഇങ്ങനെ ഭാവി പറയുന്ന ആൾക്കാർ, അതിൻ്റെ ആൾക്കാരൊക്കെ പോയിട്ട് മുമ്പേ നിങ്ങൾ എവിടെയാണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് അത് ഇവിടെ എത്തിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായി തന്നെ ഒരു ട്രിക്കൊക്കെ ഉണ്ട്. അപ്പൊ എവിടുന്ന് ഏത് ഭാഗത്തുനിന്ന് വരുന്നത് അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പം അതുപോലെ തന്നെ ഈ ഇത് നമ്മൾ ഒളിഞ്ഞു നോക്കുന്നതും അറിയാതെ നമ്മൾ കണ്ണാടി കൂടെ കാണുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Okay, thank you, Mani sir. Magic morning, sir. Okay. പറഞ്ഞോളൂ. Hello. ആ പറഞ്ഞോളൂ മാം. Hello. കേൾക്കുന്നത് ഓക്കെ ആണ്. ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മെന്റലിസം എന്താണ് മെന്റലിസം എന്നതിനെ കുറിച്ചൊരു ഒരു രൂപരേഖ കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ ഒരിക്കലേ ഞാനൊരു വീഡിയോയിലും കണ്ടു, ഇങ്ങനെ ഒരു 10-25 വയസ്സായിട്ടുണ്ടാവും ഒരു പെൺകുട്ടി. ഹിന്ദി ഇതിലാണ് കണ്ടത്, യൂട്യൂബിലാണ് കണ്ടത്. ആ പെൺകുട്ടി ഇങ്ങനെ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഒരാളെ വിളിച്ചിട്ട് അയാളിങ്ങനെ കെടുത്തി, ടേബിളിൽ കെടുത്തി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ സജഷൻസ് കൊടുത്ത് അയാളെ ഏറ്റവും കുറഞ്ഞത് ഒരു 15 സെന്റിമീറ്റർ മുകളിലേക്ക് പൊക്കി, തന്നെ പൊങ്ങിയത്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതും എന്താ പറയാ, സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്താണ്, അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിലൂടെയാണ്. അപ്പൊ വളരെയധികം സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ട് തോന്നി കാണികൾക്കും നമ്മൾക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ട്രിക്കുകൾ ഈ മെന്റലിസത്തിലുണ്ട്. തീർച്ചയായും അത് പ്രീഷ്യമാണ്. അത് അതെ അതെ പ്രീഷ്യമാണ്. അതെ. കൂടുതൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണ്ട. കാരണം പ്രീഷ്യമാണ്. നമ്മളിപ്പോ ഒരു 10 ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാൾ എൻ്റെ ആളേക്കാണ്. അത് അതെ ഞാന് അതെ. നമ്മളെ സ്കിയോളന്റെ പരിപാടി നടന്നപ്പോ തന്നെ കഴിഞ്ഞൊരു കുണ്ടോട്ടിയിൽ വെച്ചിട്ട് ഞാൻ തന്നെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. അതിൽ ഒരാൾ എൻ്റെ ആളായിരുന്നു. കാരണം നമ്മളെ പിന്നെ ജസീല പെരിന്തൽമണ്ണ, അവരെ ഞാൻ കണ്ടിട്ട് ആയിരുന്നെ പ്രീഷോ, അതാണ് പ്രീഷോ. ജസീലനെ കണ്ടിട്ട് ഇന്ന സംഭവം മനസ്സിൽ വിചാരിക്കണം എന്ന് അവരോട് പറഞ്ഞു. ഒരാളെ കിട്ടിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അയാളിൽ നിന്ന് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഒരാൾ അയാളാണ്, ആ ആളാണ് ഇവിടെ ഉപയോഗിച്ചത്. ആ ഉപയോഗിക്കുമ്പോൾ കെടുത്തിന്റെ ഉപകരണമൊക്കെ വാങ്ങാൻ കിട്ടും. കെടുക്കുണ്ടും പൊന്തുണ്ടും അതിന്റെ ഉള്ളിൽ കൂടെ റിങ്ങൊക്കെ ഇറക്കി നമുക്ക് നോക്കാം. എന്തായാലും ശൂന്യാകാശത്ത് അയക്കാറ് ഇയാൾ ഇരിക്കുക. പക്ഷെ അത് ശൂന്യാകാശത്തല്ല, അതൊരു യന്ത്രമാണ്. ആ യന്ത്രം നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും സിമ്പിളായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ഇതൊന്നല്ല. ഇതിന്റെ ഉപകരണം നല്ല പൈസയാണ്. നല്ല പൈസ പറഞ്ഞാൽ ചെറിയ പൈസ, നിങ്ങൾ വിചാരിക്കുന്ന പൈസ ഒന്നല്ല. ഈ ഉപകരണത്തിന് ഇത്ര പൈസയെന്ന് ചോദിച്ചു പോകും. അങ്ങനത്തെ പൈസ വാങ്ങുന്നുണ്ട്. അപ്പോ ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. ഇതിന് മെനക്കെട്ട് നടക്കുകയാണെങ്കിൽ പൈസ ഇറക്കാനും സമയം കണ്ടെത്താനും തയ്യാറുള്ളവർക്കൊക്കെ ഇത് നേടിയെടുക്കാൻ സാധിക്കും. താങ്ക് യു. അമേരിക്കൻ ടാലന്റ് ഷോ താങ്ക് യു. എന്ന് പറഞ്ഞിട്ട് അതെ അതെ ഡെയിലി ആ പല പ്രോഗ്രാംസ് കാണുന്നുണ്ട്. അതെ അതിലുണ്ടാവും. അതിലുണ്ട് ഇത്രയും വരുന്നത്. കാണുന്നുണ്ട്. വളരെ തീർച്ചയായും. നന്നായി. എന്തായാലും സാറിനും കൂടി ഇതിന്റെ നല്ലൊരു ഐഡിയ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. നമ്മളെ മുതുകാടിന്റെ അത് അനന്തു, മജീഷ്യൻ അനന്തു,
ഇവരൊക്കെ Yes. പ്രോഗ്രാം യൂട്യൂബിൽ കിട്ടാണ്ട്, യൂട്യൂബിൽ നിന്ന് Okay. കാണാം. ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം ഇപ്പൊ ഈ ഇത് വെച്ചിട്ട് ഈ ഒരു 3 തിയറി നമ്മളെ മനസ്സിൽ ഉണ്ടാവുക. ഒന്നുകിൽ പ്രീ ഷോ, അതല്ലെങ്കിൽ പീക്കിംഗ്, അല്ലെങ്കിൽ പോയിസിങ്. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട്, അതല്ലെങ്കിൽ ഒരു ഉപകരണം വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത്. ഇതിൽ ഏത് വെച്ചിട്ടായിരിക്കും ഇവൻ ഈ പെർഫോമൻസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറേയൊക്കെ. പിന്നെ അത് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ പഠിക്കാൻ കഴിയും തീർച്ചയായിട്ടും. Okay. Thank you. വേറെ താങ്ക് യു, താങ്ക് യു. Good morning all. ഓക്കെ, നൗഫൽ സർ പറഞ്ഞോളൂ. അതായത് റസാഖ് സാറിന്റെ ക്ലാസ്സുകളൊക്കെ എന്നും ഒരു വെറൈറ്റി ആയിട്ട് ഒരു പുതുമ നിറഞ്ഞായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ലാസ്സുകളായിരിക്കും. രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിമാജിക്കൽ എത്രയോ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ആ അറ്റൻഡ് ചെയ്തതിലൊക്കെ റസാഖ് സാറിന്റെ ക്ലാസ്സുകൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. എല്ലാ ക്ലാസ്സുകളും ഒന്നിനൊന്ന് മെച്ചം, പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ റസാഖ് സാറിന് ഇപ്പൊ എത്ര വയസ്സായി ഏകദേശം ഒന്ന് പറയാമോ? ഏകദേശം 55. 55. റസാഖ് സാറൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. പൈസ കൊടുത്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം കോഴ്സുകൾ, ചിലപ്പോ അതിനൊന്നും പിന്നെ ബിരുദം ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് പിന്നെ മേഖലകളിലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുതയാണ്. അതിൽ താങ്ക് യു, വളരെ നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു നൗഫൽ സാർ. ഓക്കെ, താങ്ക് യു നൗഫൽ. റസാഖ് സർ, അപ്പൊ ഈ മാജിക്കും മെന്റലിസവും തമ്മിൽ കണക്റ്റഡ് ആണോ? ആ മാജിക്കിന് വലിയ വലിയ ഉപകരണങ്ങൾ വേണം നിർബന്ധമായിട്ടും. പക്ഷെ മെന്റലിസത്തിന് ചിലപ്പോ ചില സമയങ്ങളിൽ ഉപകരണം ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഉപകരണം ഇല്ലാതെ തന്നെ അവതരിപ്പിക്കാൻ കഴിയും. അതാണ് അതിന്റെ പരിപാടി. ഉപകരണം ഇല്ലാതെ തന്നെ ചെയ്യാൻ കഴിയും. ആ വോയിസിങ് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു ഇതിൽ കാണിക്കാൻ ഇവിടെ ഈ ഓൺലൈനിലായതുകൊണ്ട് പല തരികിടി നടത്തും. അതുകൊണ്ടാണ് നടക്കാത്തത്. കാരണം ഓൺലൈനിൽ നമുക്ക് പറയുമ്പോൾ പലർക്കും എന്തായിരിക്കും സംശയക്കാരം. ഒരു പേപ്പർ, ഒരു പെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതേമാതിരിക്ക് ഒരു 2 സാധനം കൂടി എടുക്കാം. ഇതാ ഒരു ബോട്ടില് കാണുന്നുണ്ട്, ഒരു ബോട്ടിൽ കാണുന്നുണ്ട്, ഒരു പേന കാണുന്നുണ്ട്, ഒരു പേപ്പർ കാണുന്നുണ്ട്, പിന്നെ ഒരു വയറ് കാണുന്നുണ്ട് അല്ലെ? 4 സാധനം കാണുന്നില്ല സാറേ? ആ, കാണുന്നുണ്ട് സർ. ഇതില് ആഹാ. ഏതെങ്കിലും ഒരു 2 സാധനം ജസ്റ്റ് മനസ്സാറ് 2 സാധനം ഒന്ന് പറഞ്ഞോളൂ. ഏതാ വേണ്ടി? 2 പേന, പേപ്പർ, വാട്ടർ ബോട്ടിൽ, വയറ്. ഇതിലേതെങ്കിലും 2. പേന, പേപ്പർ. പേനയും പേപ്പറും വേണം വേണ്ടത്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ പേനയും പേപ്പറും എന്റെ കയ്യിലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. പേന. പേനാണ്. ബാക്കിയുള്ള പേപ്പറാണ്. ഈ പേപ്പറിൽ ഒരു സാധനം എഴുതിക്കണു. ഈ പേപ്പറിൽ ഞാൻ ഒരു സാധനം എഴുതിക്കണു. സാറിപ്പോ പറഞ്ഞത് പേന എന്നാണ്. ഈ പേപ്പറിൽ ഞാൻ ഒരു സാധനം എഴുതിക്കണത്. എഴുതാൻ നോക്കുക പറ്റും. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ സർ? ക്ലിയർ അല്ല. അത് ക്യാമറ മറ്റേതായിട്ടാണ്. ഈ എഴുത്തിന് ഒരു വേറെ പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? പേന എന്നാണ് എഴുതിയിട്ടുള്ളത്. പേന എന്നാണ് ഇല്ല, പേന എന്നാണ് എഴുതിയിട്ടുള്ളത്. പേന എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സാറ് പറഞ്ഞതും അതാണ്. ഇതിന്റെ ബേക്കിൽ ഇപ്പൊ ഞാൻ ഉപയോഗിച്ച എന്താ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായ? പഠിച്ചല്ലോ നിങ്ങള്. ഈ 4 സാധനത്തിൽ ഞാൻ ഏത് ടെക്നിക്കാ ഉപയോഗിച്ചത് നിങ്ങൾക്ക് മനസ്സിലായ? ഒന്ന് പറഞ്ഞാണ്. അതില് പേനാന്ന് എഴുതിയിട്ടുണ്ടാവും ആദ്യം തന്നെ ഞാൻ എഴുതിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പേന. അതിലേക്ക് നിങ്ങളെ വോയിസ് ചെയ്തു. ആ പേനയിലേക്ക് നിങ്ങളെ ഞാൻ വോയിസ് ചെയ്തു. ഇതിന്റെ ടെക്നിക്കാണ് വോയിസ്. എന്താ കാരണം പറയണം? 4 വസ്തുക്കളിൽ ഞാൻ ആദ്യം എഴുതി വെച്ചത് പേന എന്നാണ്. 4 വസ്തുക്കളിൽ 2 സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ പെന്നും പേപ്പറും സെലക്ട് ചെയ്തത് കൊണ്ട് ഞാൻ ഈ സാധനം ഇവിടെ വെച്ചു. അതല്ല, ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടിച്ചെങ്കിലോ അപ്പോഴും ഞാൻ ഇതാ വെക്കുള്ളൂ. ഐഡിയ കിട്ടിയ? നിങ്ങൾ പേനയും പേപ്പറും പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു?
പാനും പേപ്പറും ആണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതവിടെ വെച്ചു. നിങ്ങൾ പറയാണ് വാട്ടർ ബോട്ടിലും വയറും ആണെങ്കിൽ അപ്പോഴും ഞാൻ ഇതാ വെക്കുക, എന്റെ കയ്യിൽ ഇതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എഴുതിയ വസ്തു എന്താണോ അതിലേക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്യിക്കുക. ഇതിനാണ് ഫോഴ്സിങ്. ആ ടെക്നിക്കാണ് ഫോഴ്സ് ടെക്നിക്. എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച രീതിയിലേക്ക് മറ്റേ വ്യക്തിയെ അങ്ങോട്ട് എത്തിക്കുക. അതിനാണ് ഫോഴ്സിങ്. ഓക്കെ, താങ്ക് യു. വേറെ മാജിക് കാണാനും പോയി. ഓൺലൈനിൽ ഇതൊന്നും നടക്കില്ല, ഒക്കെ തരികിട കളിച്ചാൻ പറ്റും. ഓഫ്ലൈൻ ആകുമ്പോ പിന്നെ തരികിട കളിച്ചില്ലല്ലോ. വേറെ ആർക്കെങ്കിലും പറയണ്ട? 28 രണ്ടിറ്റ്. വേറെ ആരോ? ഒരു അഭിമന്യു ഉണ്ടല്ലോ, പുതിയ ആള് അഭിമന്യു. അഭിമന്യു ഒന്ന് പരിചയപ്പെടും. ഹലോ, ഓക്കെ, ദെൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? പറഞ്ഞോളൂ. 2 മിനിറ്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഷീജ വേറെ ആർക്കെങ്കിലും? പറഞ്ഞോ? ഇല്ല. ഷീജ, അഭിമന്യു ഒന്ന് സംസാരിക്കുക. എല്ലാരും സംസാരിക്കണം കേട്ടോ, സംസാരിക്കാതെ പോകരുത് ആരും. കാര്യമായിട്ടുള്ള നേട്ടപ്പോ ഈ സംസാരമാണ്, ക്ലാസ് അല്ല. ക്ലാസ് അതിനൊരു കാരണം. ദിവ്യ ദിനോജ്, പിന്നെ ഓക്കെ, പറഞ്ഞോളൂ. ദിവ്യ പറഞ്ഞില്ലേ? ദിവ്യ മാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് തരികിട പഠിച്ച ആളാണ് റസാഖ് സാറ്. അതെ, സകല തരികിടയുണ്ട്. അതെ. പറഞ്ഞോളൂ. വേറെ ആഴ്ച അപ്പൊ ഒരു ലീവ് അതിന്റെ ചെയ്യാം. 6:30 ആയിട്ടുണ്ട്. 6:30 വരെയാണ് നീട്ടിയതാണ് ഇല്ലേ ഗോപിക? അതെ. അപ്പൊ മാക്സിമം ടീം. ഓക്കെ. അപ്പൊ റസാഖ് സർ, എനിവേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം ഞങ്ങളുടെ കോൺസെൻട്രേഷൻ വേറെ എവിടെയും പോവാതെ ഇത് തന്നെ പിടിച്ചു നിർത്താൻ പറ്റി. കാരണം ഈ ഒരു സംഭവം തന്നെ എല്ലാവരും ഇന്നത്തെ സോഷ്യൽ മീഡിയത്തിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പൊ ഇതിന് ബാക്കിൽ എന്താ നടക്കണേ എന്നുള്ളത് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ എനിവേ റസാഖ് സർ, താങ്ക് യു. ടീം മെമ്പേഴ്സ് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നല്ല ആളുണ്ടായിരുന്നു. 24 ആൾക്കാരായിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. മെന്റലിസം പഠിക്കാന്. അതെ. ഓക്കെ, എനിവേ അതിന്റെ ടീം മെമ്പേഴ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു റസാഖ് സർ. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു.